ഹലോ, നമസ്കാരം കൂട്ടുകാരെ. തുടക്കക്കാർക്ക് പോലും എളുപ്പമായിട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഹെഡ് ബാൻഡിൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഫോം ഫ്ലവറാണ്. ഇത് പല നിറത്തിൽ നമുക്ക് ലഭിക്കുന്നതാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ബീഡിൻ്റെ സെയിം കളറിലാണ് ഞാൻ ഈ ഫോം ഫ്ലവർ എടുത്തിട്ടുള്ളത്. ഒരു സെറ്റിൽ 12 എണ്ണം വരുന്ന രീതിയിൽ നമുക്ക് ഷോപ്സിൽ നിന്ന് നമുക്കിത് വാങ്ങാവുന്നതാണ്. നമുക്കിത് ഇങ്ങനെ കെട്ടി വച്ചിരിക്കുന്നത് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്നതാണ് നിങ്ങൾ അവിടെ ഒരു ബൗളിൽ കാണുന്നത്. ഞാനിത് സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചു തരാം. എങ്ങനെയാണ് സെപ്പറേറ്റ്, നമുക്ക് ഇരുത്തെടുത്താൽ പോലും അത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. എന്നാലും സിസർ കൊണ്ട് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെ നമ്മൾ സിസർ കൊണ്ട് കട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം ഏത് രീതിയിലാണോ നമ്മൾ ഹെഡ് ബാൻഡ് ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ കാണുന്നത് ഇത് എൻഡ് ബീഡെന്നാണ് പറയുന്നത്. അതായത് ഹെഡ് ബാൻഡിൻ്റെ അവസാനത്തിൽ വെക്കുന്ന, എൻഡിൽ വെക്കുന്ന ഇതാണ്. ഇത് ഞാൻ നേരത്തെ ചെയ്ത ഒരു ഹെഡ് ബാൻഡാണ്. പിങ്ക് കളറിലുള്ള ബീഡ്സും ഫോം ഫ്ലവറും വെച്ച് ചെയ്ത ഒരു ഇതാണ്. ഇതിനെ ഫെൽറ്റ് ഷീറ്റ് എന്നാണ് പറയുന്നത്. ഞാൻ അതിൻ്റെ ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് പല നിറത്തിൽ നമുക്ക് അവൈലബിളാണ്. ഇപ്പം ഞാനിവിടെ വെട്ടിയെടുത്തിട്ടുള്ള പേർപ്പിൾ കളറ് ഉണ്ട്. ഇത് ഈ ഒരു ഷീറ്റിൽ നിന്നാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. പല കളറിൽ നമുക്ക് ഇത് അവൈലബിളാണ്. പീച്ചുണ്ട്, പിന്നെ മഞ്ഞയുണ്ട്, ഗ്രീനുണ്ട്, റെഡുണ്ട്, പിന്നെ വേറൊരു ഗ്രീനുണ്ട്, ബ്രൗൺ, അങ്ങനെ ഒത്തിരി കളേഴ്സ് കണ്ടില്ലേ. ഇത്രയും കളേഴ്സ് നമുക്ക് അവൈലബിളാണ്. നമുക്ക് ഇഷ്ടാനുസരണം അത് വെട്ടിയെടുക്കാനായിട്ട് സാധിക്കും. ഇത് വയേർഡ് ബോ ആണ്. പിന്നെ നമ്മൾ ഇത് ചേർക്കുന്നത് B7000 എന്ന് പറയുന്ന ഗ്ലൂ വെച്ചാണ്. 2 സൈസിൽ അവൈലബിളാണ്, വലുതും ചെറുതും. ബീഡ് ഒട്ടിച്ച് ചേർക്കാനാണ് ഇത് സഹായിക്കുന്നത്. അപ്പോൾ നമുക്ക് മേക്കിംഗ് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യമായിട്ട് അതിൻ്റെ എൻഡിൽ നമുക്കൊരു എൻഡ് ബീഡ് ഒട്ടിച്ചു കൊടുക്കാം. അതിങ്ങനെ നമ്മൾ ചേർക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ എഡ്ജ് തള്ളി നിൽക്കുന്നത് കാണാം. അതിന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റായിട്ട് ലെവലാക്കി വെക്കാം. കാരണം നമ്മൾ പെർഫെക്റ്റായിട്ട് നമ്മൾ കൊടുത്താൽ നമ്മുടെ മക്കളുടെ തലയിലിരിക്കുന്നത് കാണാനായാലും, അല്ല നിങ്ങളൊരു ബിസിനസ്സായിട്ട് ട്രൈ ചെയ്യുവാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് എത്തിക്കുമ്പോഴേക്കും അവർക്കും ഒരു തൃപ്തികരമായിട്ടുള്ള രീതിയിൽ നമുക്കിത് കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഈ ഒരു പെർഫെക്ഷനിസം കണ്ട് അവർ വീണ്ടും നമുക്ക് ഓർഡർ തരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബീഡ് സെക്യൂർ ചെയ്യാനായിട്ട് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഗ്ലൂ ചേർത്ത് കൊടുത്താൽ അത് വഴുതി വരത്തില്ല. ഞാനിപ്പോൾ ഇടയ്ക്ക് ഗ്ലൂ തേച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് താഴ്പോട്ട് വഴുതി വരാത്തത്. ഇനി നമുക്ക് ഒരു നിശ്ചിത അളവിൽ നമുക്ക് ബീഡിട്ട് കൊടുക്കാം. ബീഡിട്ട് കൊടുത്തതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു 20-22 ബീഡ് എത്തുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ആ ഡിസൈഡായിട്ടുള്ള ലെവലിൽ ഫോം ഫ്ലവർ കൊടുക്കും. ചിലരിങ്ങനെ ഫോം ഫ്ലവർ ഇങ്ങനെ കുത്തിക്കയറ്റി വെക്കാറുണ്ട്. എളുപ്പം കരുതി വെക്കുന്നതാണ്. അതിനേക്കാളും കുറച്ചുകൂടെ പെർഫെക്റ്റായിട്ട് പ്രൊഫഷണൽ വേ ആയിട്ടാണ് നമ്മൾ ഫെൽറ്റ് ഷീറ്റ് ഒട്ടിച്ച് ചെയ്യുന്നത്. അപ്പോൾ എനിക്കതിനോട് താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. നമുക്ക് ഫെൽറ്റ് ഷീറ്റിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ വൈറ്റ് ബോ ആയിട്ട് അറ്റാച്ച് ചെയ്യാം. ഗ്ലൂ അപ്ലൈ ചെയ്തു, എന്നിട്ട് നമ്മൾ നമ്മുടെ ബോയിലോട്ട് അറ്റാച്ച് ചെയ്യുന്നു. അപ്പോൾ ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, അല്ലാണ്ട് തന്നെ ഒട്ടിച്ചാൽ പോരെയെന്ന് ചോദിക്കുന്നവരുണ്ട്. നമുക്ക് ഇതിൻ്റെ സർഫസ് ഏരിയ ഇച്ചിരി വലുതാണ് ഫ്ലവറിൻ്റെ. അപ്പോൾ അതിനനുസരിച്ച് അത് സ്റ്റിക്കി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്, ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോം ഫ്ലവർ സ്റ്റിക്ക് ചെയ്യുന്ന ആ ഭാഗത്ത് ഫെൽറ്റ് ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഫോം ഫ്ലവർ ഒട്ടിച്ചു കൊടുത്ത് ഇത് കെയർഫുള്ളായിട്ട് ചെയ്യണം, വഴുതി പോകാൻ സാധ്യതയുണ്ട്. കാരണം കുറച്ചൊന്ന് ബലം പ്രയോഗിച്ച് അതിനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചാലേ അത് ഇരിക്കത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി മറുവശത്തു കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ബീഡ്സ് ഇട്ട് കൊടുക്കാം.
അങ്ങനെ ഓരോന്നായിട്ട് ബീഡ്സ് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ഒരു ഉദ്ദേശം ഒരു 40 മുതൽ 42 ബീഡ്സ് വരെ ഈ രീതിയിലുള്ള ഒരു ഹെഡ് ബാൻഡ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമാണ്. എന്നിട്ട് ഇടയ്ക്ക് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഗ്ലൂ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവസാനം നമ്മുടെ എൻഡ് ബീഡ് കൂടെ ഇട്ട് നമ്മളത് സെക്യൂർ ചെയ്താൽ മനോഹരമായിട്ടുള്ള ഒരു ഹെഡ് ബാൻഡ്